ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ മുട്ടക്കറിയാണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 4 എണ്ണം പുഴുങ്ങിയത്, ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 2 ടീസ്പൂൺ, തക്കാളി ഒരു വലുത് ചെറുതായി അരിഞ്ഞത്, കറിവേപ്പില ഒരു തണ്ട്, വെളിച്ചെണ്ണ 2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 3/4 ടീസ്പൂൺ, കറുവപ്പട്ട വളരെ ചെറിയൊരു കഷ്ണം, ഏലയ്ക്ക ഒരെണ്ണം, ഗ്രാമ്പൂ 4 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. ഇനി ഇത് തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി സവാള നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് ബ്രൗൺ ആയി. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോകുന്നിടം വരെ ഒന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ചെറുതായിട്ട് തക്കാളി ഒന്ന് വേകുന്നതിനായിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ട് ഈ തക്കാളി സോഫ്റ്റ് ആകുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ തക്കാളി വേകുന്ന സമയത്ത് നമുക്ക് ഈ കറുവപ്പട്ടയും ഏലയ്ക്ക, ഗ്രാമ്പൂ ഇത് മൂന്നും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഗരം മസാല ഉപയോഗിച്ചാലും മതി ഇതിന് പകരം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 കപ്പോളം വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ആ കറിയുടെ ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. എപ്പോഴും മുട്ടക്കറി വെക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പം നോൺ വെജ് അല്ലെങ്കിൽ ചിക്കൻ കറിയോ വെജിറ്റബിൾ കറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ സ്പൈസസ് കൂടുതലായിട്ട് ആഡ് ചെയ്യും. പക്ഷേ മുട്ടക്കറി വെക്കുമ്പോൾ എപ്പോഴും വളരെ കുറച്ച് മസാല മാത്രമേ ചേർക്കാവൂ. ഇല്ലെങ്കിൽ ആ മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ആ കറിക്ക് നിൽക്കുന്നത്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് മുകളിൽ എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തുറന്നു നോക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചു. ഇനി മുകളിലൊക്കെ എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട 2ആയിട്ട് കീറിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മുട്ടയ്ക്കുള്ളിലേക്ക് മസാലയൊക്കെ പിടിക്കുന്നതിനായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മുട്ട ഓൾറെഡി വെന്തത് കാരണം നമ്മൾ ഇനി കൂടുതലായിട്ട് ഇട്ട് ബോയിൽ ചെയ്യേണ്ട കാര്യമില്ല. കറി ഒന്നും കൂടെ ചൂടായി കഴിയുമ്പോൾ കുറച്ചു നേരം അടച്ചു വെച്ചതിന് ശേഷം ഇത് അപ്പത്തിൻ്റെയോ പുട്ടിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ പാലപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. റെസിപ്പി ആവശ്യമുള്ളവർ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പം നമ്മുടെ മുട്ടക്കറി സെർവ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി കൂടുതൽ വീഡിയോകൾക്കായിട്ട് പാചകലോകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലെ പേജ് ലൈക്ക് ചെയ്യുക.